ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൂക്കളുള്ള ചെടികളുമായിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഡിവി എന്ന തണൽ വൃക്ഷമായിട്ട് മാറുന്ന ചെറിയ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ചൂട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ചൂട് കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തണൽ തരുന്ന പല മരങ്ങളും വെട്ടിമുറിച്ച് കളയുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ദിവസവും ചൂട് കൂടിക്കൂടി വരുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. വെള്ളം ദിവസങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ പണ്ടെല്ലാം നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നല്ല പൂമരങ്ങളെല്ലാം പൂത്തു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഡിവി ആണ് കേട്ടോ. ഇപ്പോൾ ഡിവി എന്ന് പറയുമ്പോൾ അതിൻ്റെ മരത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ വലുതായി വരുന്ന നല്ലൊരു വൃക്ഷം തന്നെയാണ് കേട്ടോ. പരമാവധി 9 മീറ്റർ ഉയരം വയ്ക്കുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് നമ്മുടെ ഡിവി. ഇത് അമേരിക്കയിലാണ് സ്വദേശമെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ച ഡിവി പലയിടത്തും ധാരാളമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഡിവി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് തണൽ നൽകാനാണ്. പലവിധ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ ഡിവി. അപ്പോൾ ഡിവി ഈ കാണുന്ന സൈസിലുള്ള നമ്മുടെ ചെടികൾ ഔട്ട്ലെറ്റിൽ ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ കരുതുക ഇത് കുഞ്ഞു ചെടിയല്ലേ. ഇത് ഇപ്പം ചെറിയ ചെടിയാണെങ്കിലും ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ 2 നേരം വെള്ളമൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു തണൽമരമായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് പ്രധാനമായിട്ടും നമ്മുടെ റോഡ് സൈഡിൽ അതുപോലെ പല വീടിൻ്റെ മുറ്റങ്ങളിലും ഇന്ന് ഞാനിത് കണ്ടുവരുന്നുണ്ട്. പിന്നെ സ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഇന്ന് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പണ്ട് നമ്മളെല്ലാം ജീവിച്ചു പോന്നിരുന്ന ആ ഒരു വീടും ഓടിട്ട വീടും ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഇന്നിപ്പോൾ എല്ലാവർക്കും വാർക്ക വീടുകളൊക്കെയാണ്. അപ്പം നമ്മൾ എല്ലാവരും മനോഹരമായ ഉദ്യാനങ്ങളൊക്കെ നല്ല ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടൊക്കെ മോടി പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം തണൽ തരുന്ന വൃക്ഷത്തൈകൾ കൂടി വാങ്ങിച്ച് നമ്മുടെ ടെറസിലേക്കൊക്കെ ചാഞ്ഞു നിൽക്കാവുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ വരും കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചൂടിൻ്റെ അളവ് നമ്മുടെ വീടുകളിൽ നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഒരുപാട് നല്ല മനോഹരമായ പൂക്കളുള്ള ചെടികൾ വാങ്ങിച്ചു വെക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലൊക്കെ ആയിട്ട് ഇതേപോലെയുള്ള നല്ല തണൽ തരുന്ന മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വരും തലമുറയ്ക്കെങ്കിലും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. അപ്പോൾ ഈ ഡിവി ഈ കാണുന്ന സൈസിലും പിന്നെ നമ്മൾ വേറൊരു സൈസ് കൂടി കാണിക്കുന്നുണ്ട്, 2.5 അടി ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു അളവിലുള്ള ചെടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ 1 ആഴ്ച 2 ആഴ്ച ഗ്യാപ്പിലൊക്കെ നമ്മൾ പ്ലാൻസ് എടുത്തിട്ട് അയച്ചു തരും. അപ്പോൾ ഈ സൈസിലുള്ള 2.5 അടി ഹൈറ്റിൽ വരുന്ന ഡിവിയുടെ റേറ്റ് എന്ന് പറയുന്നത് 180 രൂപയാണ് കേട്ടോ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കവിതയാണ്, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കവിത മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.